മുൻമന്ത്രി കെ ബാബുവിന്റെ ഭാര്യ ഗീതയെയും സഹോദരനെയും വിജിലൻസ് ചോദ്യം ചെയ്തു. ബാങ്ക് ലോക്കർ കാലിയായ സാഹചര്യത്തിലാണ് വിജിലൻസ് ചോദ്യം ചെയ്തത്. വിജിലൻസിന്റെ അന്വേഷണം ബാബുവിന്റെ ഭാര്യ സഹോദരൻ ജോഷിയിലേക്കും നീങ്ങുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ സാലി മുഹമ്മദ് ചേരുന്നു. സാലി, ഈ അടുത്ത ദിവസങ്ങളിലാണ് തൃപ്പൂണിത്തുറ SBT ബാങ്ക് ലോക്കറിൽ നിന്ന് കെ ബാബുവിന്റെ ഭാര്യ സാധനങ്ങളുമായി പുറത്തുവരുന്ന CCTV ഫുട്ടേജുകൾ വിജിലൻസിന് ലഭ്യമായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഒക്കെയാണോ ഇപ്പോൾ ബാബുവിന്റെ ഭാര്യയെ ചോദ്യം ചെയ്തിരിക്കുന്നത്, ഒപ്പം സഹോദരനെ? സോമി, ബാബുവിന്റെ ഭാര്യ ഗീതയെ 2 ദിവസം മുമ്പാണ് വിജിലൻസ് ചോദ്യം ചെയ്തത്. ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ബാബുവിന്റെ വീട്ടിലെത്തി ഗീതയെ ചോദ്യം ചെയ്യുകയായിരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിജിലൻസ് നടത്തിയ പരിശോധനയിൽ ബാബുവിന്റെ പേരിലുള്ള ബാങ്ക് ലോക്കറിൽ നിന്ന് അവിടെ സൂക്ഷിച്ചിരുന്ന സാധനങ്ങൾ മാറ്റിയിരുന്നതായി കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ സെപ്റ്റംബർ 3-നാണ് വിവിധ സ്ഥലങ്ങളിൽ ഈ വിജിലൻസ് വിഭാഗം പരിശോധന നടത്തിയത്. അതിന് മുൻപ്, അതായത് ഓഗസ്റ്റ് 10-ന് ബാബുവിന്റെ ഭാര്യ ലോക്കർ തുറന്ന് ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന സാധനങ്ങളുമായി, അത് സ്വർണ്ണാഭരണങ്ങളാണെന്ന് കരുതുന്നു, അവയുമായി പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങൾ ഈ ബാങ്കിലെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് വിജിലൻസ് ലഭിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് വിജിലൻസ് ബാബുവിന്റെ ഭാര്യ ഗീതയെ ചോദ്യം ചെയ്തത്. അതായത് വിജിലൻസ് അന്വേഷണം പുരോഗമിക്കുമ്പോൾ ഈ ലോക്കറുകളിലൊക്കെ പരിശോധന നടക്കും എന്ന മുൻകരുതലിന്റെ അടിസ്ഥാനത്തിലാവും സാധനങ്ങൾ മാറ്റിയത് എന്ന നിഗമനത്തിലാണ് വിജിലൻസ്. അതിന്റെ ഭാഗമായാണ് ഗീതയെ ചോദ്യം ചെയ്തത്. എന്തൊക്കെ സാധനങ്ങളാണ് മാറ്റിയത്, എന്തുകൊണ്ടാണ് അന്ന് ലോക്കർ തുറക്കാനിടയായത്, മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് ഗീതയിൽ നിന്ന് ചോദിച്ചറിഞ്ഞത്. ഏതായാലും വിശദമായ ചോദ്യം ചെയ്യൽ തന്നെയായിരുന്നു. 3 മണിക്കൂറോളം ചോദ്യം ചെയ്യൽ നീണ്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ബാബുവിന്റെ സഹോദരൻ ജോഷിയിലേക്കും അന്വേഷണം നീളുകയാണ്. ബാബുവിന്റെ ചില സാമ്പത്തിക ഇടപാടുകളിലും ഒക്കെ ജോഷിക്കും പങ്കാളിത്തമുണ്ട് എന്ന നിഗമനത്തിലാണ് വിജിലൻസ്. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, വളരെ ആസൂത്രിതമായി പഴുതടച്ചുള്ള ഒരു അന്വേഷണം തന്നെയാണ് വിജിലൻസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ബാബുവിന്റെ സഹോദരനെയും ഭാര്യയും ചോദ്യം ചെയ്യുന്നത് എന്ന് വേണം കരുതാൻ. ഏതായാലും കഴിഞ്ഞ ദിവസം ബാബുവിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിരുന്ന നന്ദകുമാറിനെ 2 തവണയായി ചോദ്യം ചെയ്തിരുന്നു. ഇനി അടുത്ത ഘട്ടം എന്ന നിലയ്ക്ക് ബാബുവിന്റെ ബിനാമികളെന്ന് വിജിലൻസ് കണ്ടെത്തി ഇവരെ ചോദ്യം ചെയ്യുമെന്ന് വിജിലൻസ് അറിയിച്ചിട്ടുണ്ട്. ഈ ചോദ്യം ചെയ്യലെല്ലാം പൂർത്തിയാക്കി എല്ലാ തെളിവുകളും ശേഖരിച്ചതിന് ശേഷം വളരെ നിർണായകമായ ഘട്ടത്തിലേക്ക് കടക്കും. അതായത് ബാബുവിനെ ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് വൈകാതെ തന്നെ കടക്കാനാണ് വിജിലൻസിന്റെ തീരുമാനം. സാലി, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബാബുവിന്റെ ഭാര്യയെ ചോദ്യം ചെയ്തു എന്ന് പറയുമ്പോൾ അന്ന് CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നു ബാബുവിന്റെ ഭാര്യ ഇത്തരത്തിൽ സാധനങ്ങളുമായി പുറത്തു വരുന്ന ദൃശ്യങ്ങൾ CCTV ഫുട്ടേജിൽ ഉണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച് എന്തെങ്കിലും സ്ഥിരീകരണം, എന്ത് രേഖയാണോ ആഭരണങ്ങളാണോ മാറ്റിയത് എന്ന തരത്തിലുള്ള സൂചനകൾ വിജിലൻസിൽ നിന്ന് നമുക്ക് ലഭ്യമാവുന്നുണ്ടോ? സ്വാമി, ചോദ്യം ചെയ്യലിൽ എന്താണ് ഈ ബാബുവിന്റെ ഭാര്യ മൊഴി നൽകിയിരിക്കുന്നത് അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്നത് സംബന്ധിച്ച് വിജിലൻസ് ഇപ്പോൾ പുറത്തു പറഞ്ഞിട്ടില്ല. വിജിലൻസിന്റെ ഒരു നിഗമനം വളരെ ബോധപൂർവം ഈ ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന സാധനങ്ങൾ മാറ്റി അന്വേഷണത്തിന് മുന്നിൽ കണ്ട് തന്നെ ലോക്കറുകൾ കാലിയാക്കുകയായിരുന്നു എന്ന നിഗമനമാണ് വിജിലൻസിനുള്ളത്. അത് സ്ഥിരീകരിക്കുക എന്ന ലക്ഷ്യമാണ് ഈ ചോദ്യം ചെയ്യലിൽ നിന്ന് വിജിലൻസ് ഉദ്ദേശിക്കുന്നത്. ഏതായാലും എന്ത് മൊഴിയാണ് ബാബുവിന്റെ ഭാര്യ വിജിലൻസ് അന്വേഷണ സംഘത്തിന് നൽകിയത് എന്നറിഞ്ഞാൽ മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തത വരൂ. ഒരു കാര്യം വ്യക്തമാണ്, ബാബുവിന്റെ 2 മക്കളുടെ പേരിലുള്ള 4 ലോക്കറുകളിൽ നിന്നാണ് ഏതാണ്ട് 250ഓളം പവൻ സ്വർണ്ണാഭരണങ്ങൾ 4 ലോക്കറുകളിൽ നിന്നായി കണ്ടെത്തിയിരുന്നു. എന്നാൽ ബാബുവിന്റെ പേരിൽ തൃപ്പൂണിത്തുറ SPIയിലും SPTയിലും 2 ലോക്കറുകൾ ഉണ്ടായിരുന്നു. അത് പല തവണയായി ഈ ബാർക്കോഴയുമായി ബന്ധപ്പെട്ടും അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് അന്വേഷണം തുടങ്ങുന്നതിന് മുന്നോടിയായി ഭരണമാറ്റത്തിന്റെ ആ കാലഘട്ടത്തിൽ പല തവണ അത് തുറന്നതായി ബാങ്ക് രേഖകളിൽ നിന്ന് വ്യക്തമാണ്. മാത്രവുമല്ല, ഈ ഏറ്റവും ഒടുവിൽ ബാബുവിന്റെ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് പ്രത്യേക ടീമിനെ നിയോഗിച്ച് അന്വേഷണം ആരംഭിക്കുന്ന ഘട്ടത്തിൽ, അതായത് ഓഗസ്റ്റ് 10-ന് ഈ 2 ലോക്കറുകളും കാലിയാക്കി എന്ന് രേഖകളിൽ നിന്ന് വ്യക്തമായിരുന്നു. അതിനെ തുടർന്നാണ് ബാങ്കിലെ CCTV ദൃശ്യങ്ങളുടെ ഫുട്ടേജ് വിജിലൻസ് വിഭാഗം ശാസ്ത്രീയമായ പരിശോധനയ്ക്ക്, ഫോറൻസിക്കിന്റെ ഉൾപ്പെടെ സഹായത്തോടെ പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. അതിൽ നിന്ന് ബാബുവിന്റെ ഭാര്യ അന്നേ ദിവസം ബാങ്ക് ലോക്കറിലെ വസ്തുക്കളുമായി പുറത്തേക്ക് പോകുന്നത് ഈ ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു. അതിൽ നിന്ന് തന്നെ വളരെ ബോധപൂർവം ഈ ലോക്കറുകളിൽ സൂക്ഷിച്ചിരുന്ന അവ മാറ്റുകയായിരുന്നു എന്ന് വിജിലൻസിന് മനസ്സിലായിട്ടുണ്ട്.
അതെന്താണ് മാറ്റിയത് എന്നുള്ളത് കൃത്യമായി മാറ്റിയ ആളുകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കുക. അത് അന്വേഷണത്തിലും പിന്നീട് കോടതിയിൽ തെളിവായി ഹാജരാക്കുമ്പോഴും വളരെ നിർണായകമാണ് കേസ് അന്വേഷണത്തിന്റെ കാര്യത്തിൽ. അതുകൊണ്ടുകൂടിയാണ് ചോദ്യം ചെയ്തത്. ഏതായാലും വരും ദിവസങ്ങളിൽ ബാബു ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് വിജിലൻസ് അറിയിച്ചിരിക്കുന്നത്. സാലി, ഒപ്പം തന്നെ ബാബുവിന്റെ ഭാര്യ സഹോദരനിലേക്കും ഇപ്പോൾ അന്വേഷണം നീളുകയാണ്. ഒപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വ്യാപകമായ ഒരു ആക്ഷേപമുണ്ട്. ഇത്തരത്തിൽ ബാബുവിനെതിരെയുള്ള അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണെന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉയരുകയും ചെയ്യുന്നു. ഈ ഒരു സാഹചര്യത്തിൽ എല്ലാ തരത്തിലും പഴുതടച്ച് ഒരു അന്വേഷണത്തിലേക്ക് നീങ്ങുക എന്ന, കൂടുതൽ തെളിവുകൾ ശേഖരിക്കുക എന്ന ഉദ്ദേശത്തിൽ തന്നെയാണോ വിജിലൻസ് ഇത്തരത്തിൽ കൂടെ സഹോദരനിലേക്കും മറ്റ് ബന്ധപ്പെട്ടവരിലേക്കും ഒക്കെ അന്വേഷണം നീട്ടുന്നത്? സൗമ്യ, തീർച്ചയായും ബാബുവിന്റെ ഭാര്യ ഗീതയെ 2-3 ദിവസം മുമ്പാണ് ചോദ്യം ചെയ്തത്. ആ ബാബുവിന്റെ ഭാര്യയിലേക്കും അന്വേഷണം നീളുന്നു, അല്ലെങ്കിൽ കൂടുതൽ ചോദ്യം ചെയ്യലുകളും അന്വേഷണങ്ങളും മുറുകുന്നു എന്ന് വ്യക്തമായപ്പോഴാണ് ബാബുവിന് പിന്തുണയുമായി UDF നേതൃത്വം അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം രംഗത്തെത്തിയതെന്ന് വേണം മനസ്സിലാക്കാൻ. അതിന്റെ ഭാഗമായാണ് ഇന്നലെ ചേർന്ന KPCC രാഷ്ട്രീയകാര്യ സമിതിയും ഈ ദിവസങ്ങളിലൊക്കെ ബാബുവിനെ എതിർത്തിരുന്ന VM സുധീരനും പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയതെന്ന് വേണം അനുമാനിക്കാൻ. ഒരു കാര്യം ബാബുവിനും KPCC നേതൃത്വത്തിനും വ്യക്തമായിട്ടുണ്ട്: കൂടുതൽ തെളിവുകൾ വിജിലൻസ് ശേഖരിച്ചു വരുന്നു. ഏതായാലും അന്വേഷണത്തിന്റെ കുരുക്ക് ബാബുവിന് നേരെ മുറുകുകയാണ് എന്ന കാര്യം ബാബുവിനും KPCC നേതൃത്വത്തിനും വ്യക്തമായ സാഹചര്യത്തിലാവണം ഇത്തരം ഒരു രാഷ്ട്രീയ പിന്തുണ ബാബുവിന് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. ഒരു തരത്തിൽ അത് വിജിലൻസിനെ സമ്മർദ്ദത്തിലാക്കി തന്നെ അന്വേഷണം മന്ദീഭവിപ്പിക്കുക എന്ന രാഷ്ട്രീയ ലക്ഷ്യം കൂടി KPCC നേതൃത്വത്തിനും ബാബുവിനും ഉണ്ട് എന്ന് വേണം അനുമാനിക്കാൻ. ഏതായാലും സ്വാമി സൂചിപ്പിച്ചതുപോലെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടന്ന വിശദമായ ചോദ്യം ചെയ്യലിന്റെ ഏറ്റവും ഒടുവിലത്തെ ഘട്ടം എന്ന നിലയ്ക്കാണ് ബാബുവിന്റെ ഭാര്യയിൽ ചോദ്യം ചെയ്യലെത്തി നിൽക്കുന്നത്. സ്വാഭാവികമായും അടുത്ത ഘട്ടം ബാബുവിനെ തന്നെയാണ്. ബാബുവിനെ ചോദ്യം ചെയ്യുന്നതിനുള്ള ചോദ്യാവലി വരെ വിജിലൻസ് വിഭാഗം ഓരോ ഭാഗങ്ങളായി തയ്യാറാക്കി വരികയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി എന്ന് ബാബുവിനെ ചോദ്യം ചെയ്യുമെന്നത് സംബന്ധിച്ചൊരു തീരുമാനം വരേണ്ടതുള്ളൂ. ഏതായാലും എല്ലാ തെളിവുകളും ബാബുവിനെതിരായി വിജിലൻസ് ശേഖരിച്ചു വരിക തന്നെയാണ്. അതിന്റെ ഭാഗമായി ഉടൻ തന്നെ ബാബുവിനെയും ചോദ്യം ചെയ്യലിലേക്ക് കടക്കും. ഒപ്പം തന്നെ ബാബുവിന്റെ ബിനാമികളെന്ന് വിജിലൻസ് കണ്ടെത്തിയ 2 പ്രമുഖ വ്യവസായികളെയും വ്യാപാരികളെയും ചോദ്യം ചെയ്യാനുണ്ട്. അവരെയും ഉടൻ തന്നെ വിളിച്ചു. ശരി സാലി, അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ മുൻ മന്ത്രി കെ ബാബുവിന്റെ ഭാര്യ ഗീതയെയും സഹോദരനെയും വിജിലൻസ് ചോദ്യം ചെയ്തു. ബാങ്ക് ലോക്കർ കാലിയായ സാഹചര്യത്തിലാണ് വിജിലൻസ് ചോദ്യം ചെയ്തത്. സാലി മുഹമ്മദാണ് വിവരങ്ങൾ പങ്കുവച്ചത്.